ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഇലക്ഷൻ ഡേ ആയതുകൊണ്ട് എല്ലാവരും വളരെ തിരക്കായിരിക്കും അല്ലേ. അപ്പോൾ എല്ലാവരും വോട്ടിന് പോയിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനും വോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഫിഷ് റോസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ടേസ്റ്റുള്ള കറിയുമാണിത്. ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മുള്ളില്ലാതെ ദശ മാത്രം എടുത്തതാണ്. അതിൻ്റെ മീനിൻ്റെ മാംസം മാത്രം. ദശക്കട്ടിയുള്ള മീനാണെങ്കിൽ കഷ്ണം മാത്രം മുറിച്ചെടുത്താൽ മതിയാകും. ഇതുപോലെ ഇത്രയും നീളത്തിലുള്ള വലിപ്പത്തിൽ അരിഞ്ഞെടുക്കണം. ഞാനിത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ 1 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് മാരിനേറ്റ് ചെയ്ത് ഞാൻ നേരത്തെ ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. പിന്നെ നമുക്ക് രണ്ടാമതൊന്ന് മാരിനേറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ട് മാരിനേറ്റ് ചെയ്യുകയാണെങ്കിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് ഇടുക. അതുപോലെ തന്നെ വിനീഗറും ചേർക്കണം. അപ്പം നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒരു ബൗളിലേക്ക് ചേർക്കാം. എന്നിട്ടിതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ സോസ് ഉണ്ടായതുകൊണ്ട് ജിഞ്ചർ ഗാർലിക് സോസാണ് ചേർക്കുന്നത്. നിങ്ങൾ പേസ്റ്റ് ചേർത്താലും മതിയാകും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചിട്ടാലും മതിയാകും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തത് കൊണ്ട് കുറച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. നിങ്ങൾ കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർക്കാൻ നോക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുകയാണ്. തരിയായി പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നിങ്ങൾ ചേർക്കുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുക. ചില്ലി പൗഡർ അല്ല കേട്ടോ, ചില്ലി ഫ്ലേക്സ് ആണ്. കുറച്ച് നന്നായിട്ട് പൊടിച്ച ഫ്ലേക്സ് ആണ്, അത് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഡൈലൂട്ടഡ് വിനീഗറാണ്, വൈറ്റ് വിനീഗർ ഞാനിപ്പോൾ ചേർത്ത്. ഞാൻ 1 ടീസ്പൂൺ നേരത്തെയും ചേർത്തിരുന്നു. അപ്പം ഞാൻ മൊത്തം 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത്. ഫിഷാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പുളി വേണമല്ലോ. അപ്പോൾ ഈ വിനീഗറിൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഇതിന് നല്ല ടേസ്റ്റ്. അത് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചെറുനാരങ്ങ നീരും ചേർക്കാവുന്നതാണ്. ഒരു മീഡിയം ചെറുനാരങ്ങയുടെ നീര് ഇതിനകത്തേക്ക് ചേർക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമുക്ക് മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു വലിയ സവാള വേണം, ഞാൻ വൈറ്റ് അണിയനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം തക്കാളി, കുറച്ച് സ്പ്രിംഗ് അണിയൻ വേണം. പിന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി വേണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി വലുതെടുത്താൽ മതിയാകും. ഞാനിത് 2 ചെറിയ കഷ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4 വലിയ പച്ചമുളക് വേണം. പച്ചമുളക് ഈ ഗ്രേവിയിൽ കൂടുതൽ വേണം, അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പച്ചമുളക് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ വലിയ പച്ചമുളക് തന്നെ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി പ്രോസസ്സ് തുടങ്ങാം. നമുക്ക് ആ മീനിപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കുക. വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്.
നമ്മൾക്കിത് കുക്കിങ്ങിന് ഗ്രേവി ഉണ്ടാക്കാനും ഈ എണ്ണയിൽ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് എണ്ണ ചേർക്കുക, അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്താൽ മതിയാകും. ഇത് ഡീപ്പ് ഫ്രൈയും അല്ല ഷാലോ ഫ്രൈയും അല്ല. ഈ എണ്ണ നമുക്ക് മറ്റേ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വേണം, മസാല മൊരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബാക്കി വരുന്ന എണ്ണയും പിന്നെ പോരെങ്കിൽ മാത്രം നമുക്ക് വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. മറിച്ചിടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മറിച്ചിടുക. മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇതിൽ മുള്ളൊന്നും ഇല്ലാത്തതാണ്. മുള്ളുണ്ടെങ്കിൽ പിന്നെയും പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോവില്ല. വളരെ ശ്രദ്ധയോടുകൂടി മറിച്ചിടുക. നിങ്ങൾക്ക് കൂടുതൽ മൊരിഞ്ഞ് വേണമെങ്കിൽ അതുപോലെ മൊരിയുമ്പോഴേക്കും മുരിച്ചെടുക്കുക. രണ്ട് സൈഡും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള മൊരിവാകുമ്പോഴേക്കും ഇത് വറുത്ത് കോരുക. കൂടുതൽ ക്രിസ്പിയായിട്ട് വറുത്ത് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഈ ഫ്രൈ ചെയ്തത് ഇങ്ങനെ തന്നെയും കുട്ടികൾക്കൊക്കെ ചോറിൻ്റെ കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. എൻ്റെ പാകത്തിനാണ് ഞാനിത് മൊരിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചുകൂടി കൂടുതൽ മൊരിയണമെന്നുള്ളവർക്ക് അതുപോലെ മൊരിച്ചെടുക്കാവുന്നതാണ്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റാണ് കേട്ടോ ഇത്. നമ്മളെപ്പോഴും നമ്മൾ ഗ്രേവി ആയിട്ടുള്ള കറിയും അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കും, അങ്ങനെയൊക്കെയല്ലേ ചെയ്യണം. പാല് കറിയും ഉടമ്പുള്ളി ഇട്ട കറി. പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫിഷ് റോസ്റ്റാണിത്. ഫിഷ് ആയതുകൊണ്ട് നമുക്ക് പേടിക്കാനും ഇല്ല. ഫിഷ് കൂടുതൽ കഴിച്ചാൽ ഹെൽത്തിന് നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ആ ഫിഷൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആ ഫ്രൈ ചെയ്ത എണ്ണ ഒഴിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇനി വീണ്ടും എണ്ണ ഒഴിക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാവുന്നതാണ്. എണ്ണ ചൂടായപ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പില ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഞാൻ വെളുത്തുള്ളി ചതച്ചാണ് എടുത്തിരിക്കുന്നത്, അത് ചേർക്കുക. ചതച്ചെടുത്താൽ മതിയാവും. നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ അതിലേക്ക് നന്നായിട്ട് ചതച്ചെടുത്ത ഇഞ്ചി ചേർക്കുക. എന്നിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. കൂടുതലും അങ്ങോട്ട് മൊരിയണ്ട കേട്ടോ. മൊരിഞ്ഞ് ടേസ്റ്റ് ഇതിന് നല്ലതല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അത് കൂടുതൽ അങ്ങോട്ട് മൊരിഞ്ഞ് പോണതിന് മുന്നേ തന്നെ നമ്മൾക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. വെള്ള സവാള ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കാകും. ഇത് ഫ്രൈ ചെയ്യാൻ കൊള്ളില്ല കേട്ടോ. ഈ സവാള പെട്ടെന്ന് അങ്ങനെ ഫ്രൈ ചെയ്ത് കിട്ടില്ല. നമുക്ക് സവാള വറുത്തെടുക്കാനുണ്ടെങ്കിൽ നമ്മളുടെ നാടൻ സവാള തന്നെയാണ് നല്ലത്. ഈ സവാള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. വാടിക്കിട്ടാനൊക്കെ വളരെ എളുപ്പത്തിൽ ഇത് വാടിക്കിട്ടും. കുറച്ച് ജ്യൂസിയാണ് ഈ സവാള. നമ്മളുടെ കുറച്ച് ഡ്രൈ ആണ് നമ്മുടെ ഇവിടുത്തെ നാടൻ സവാള. അപ്പോൾ ഈ സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരു 3 മിനിറ്റ് വഴറ്റി കൊടുത്താൽ മതിയാകും. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അതിനാണ് ഉപ്പ് ഇപ്പോൾ ചേർത്തത്. അല്ലെങ്കിൽ അവസാനം ചേർത്താലും മതിയാകും. ഗ്രേവിക്ക്, അതായത് ഈ മസാലയ്ക്കുള്ള ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്തത് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും പിന്നെ കുരുമുളകുമാണ് ഇതിൻ്റെ ഈ റോസ്റ്റിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ പച്ചമുളക് കുറച്ച് കൂടുതൽ വേണം. എരിവില്ലാത്ത പച്ചമുളക് നോക്കിയിട്ട് കുറച്ച് കൂടുതൽ ചേർക്കുക. പച്ചമുളക് ഒരു 3 മിനിറ്റെങ്കിലും വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ 1 ടീസ്പൂൺ
മല്ലിപ്പൊടിയും കൂടി ചേർക്കുക. മല്ലിപ്പൊടി കുറച്ച് മതി, 1 ടീസ്പൂൺ തന്നെ അധികമാണ്, അതിലും കൂടുതൽ ഒരിക്കലും ചേർക്കരുത്. മല്ലിപ്പൊടിയുടെ കൂടുതൽ ടേസ്റ്റ് ഈ റോസ്റ്റിന് നല്ലതല്ല മീനായതുകൊണ്ട്. അപ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. മല്ലിപ്പൊടി നന്നായിട്ട് കുക്കായിട്ടുണ്ട്, മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത ആ ഒരു മീഡിയം തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഒന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. കുരുമുളകിൻ്റെ പച്ച ചുവയൊക്കെ മാറണം, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ കുത്തലുണ്ടാകും. അപ്പോൾ അതൊന്ന് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഒരു 2 മിനിറ്റ് ഈ മസാലയുടെ കൂടെ കിടന്ന് ഈ കുരുമുളകും എല്ലാം കൂടി നന്നായിട്ട് കുക്കാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ കുരുമുളകും ഈ മസാലയും എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്, എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഡ്രൈ റോസ്റ്റ് ആണ് കേട്ടോ. ഇത് ഫിഷ് ഡ്രൈ റോസ്റ്റ് ആണ്, ഇതിൻ്റെ ഗ്രേവിയൊന്നും ഇല്ല. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഇനി ഫിഷ് ചേർത്തിട്ട് ഈ ഗ്രേവിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മസാല മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് പൊതിയോളം മിക്സ് ചെയ്യുക. നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം നമുക്കിത് കവർ ചെയ്ത് വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം കവർ ചെയ്ത് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഇത് ബോട്ടം കരിഞ്ഞു പോകും. നമ്മളുടെ ഈ മസാലയിലെ തക്കാളിയിലെയും സവാളയിലെയും വെള്ളം മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കവർ ചെയ്ത് നമുക്ക് 2 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് സ്പ്രിംഗ് അണിയൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സ്പ്രിംഗ് അണിയനൊക്കെ പെട്ടെന്ന് വേകുന്ന ഒരു വെജിറ്റബിളാണ്. നമുക്ക് അത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ അത് കുക്കാകും. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞതിലേക്ക് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മളുടെ ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസ് ആണ്. ഗ്രേവി കൂടുതലായിട്ടുള്ള ഗ്രേവിയൊന്നും ഇല്ല, വളരെ ഡ്രൈ വന്നാൽ ഡ്രൈയും അല്ല, കുറച്ച് വെറ്റായിട്ടുള്ള തരത്തിലുള്ള ഒരു റോസ്റ്റാണിത്. വളരെ ഡെലീഷ്യസ് ആണ്. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ സ്വാദിഷ്ടവും ഹെൽത്തിയുമായിട്ടുള്ള ഫിഷ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് മറ്റ് ബീഫ് റോസ്റ്റിനേക്കാളൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. ഫിഷ് റോസ്റ്റ് ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. വളരെ ഹെൽത്തിയാണ് ഈ ഫിഷ് റോസ്റ്റ്. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. ഫിഷ് ആയതുകൊണ്ട് മുതിർന്നവർക്കും നല്ലതാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ഫിഷിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ഹെൽത്തിയും ഡെലീഷ്യസുമായിട്ടുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.